നിരുപാധികം പിന്തുണ പ്രഖ്യാപിക്കുകയാണ് ബി.ജെ.പി. ലിജിൻ എൻ ഹരി ഒക്കെ തന്നെ അത്തരത്തിലാണ് പറയുന്നത്. ജോസി തുടരുന്നുണ്ട് പി.സി. ജോർജിന്റെ വീട്ടിൽ നിന്ന്. ജോസി തുടരാം. സ്നേഹ, ബി.ജെ.പി. ജില്ലാ പ്രസിഡന്റ് ലിജിൻ ലാലിന്റെ പ്രതികരണമാണ് വന്നത്. എന്തായാലും ബി.ജെ.പി. അങ്ങനെ ഒരു പ്രകടനം നടത്താൻ നിശ്ചയിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത്. എന്തായാലും പി.സി. ജോർജ് കീഴടങ്ങുകയല്ല, മറിച്ച് അദ്ദേഹം ഹാജരാകും എന്നുള്ള പരാമർശമാണ് അദ്ദേഹം ഉന്നയിച്ചത്. പി.സി. ജോർജിന്റെ മാത്രം വിഷയം ഇത്തരത്തിൽ ഉയർത്തി കാണിക്കുന്നത് ശരിയല്ല, മറ്റ് സമാനമായ വിഷയങ്ങളുണ്ട് എന്നതാണ് അദ്ദേഹം മിത്തി വിവാദം അടക്കമുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത്തരം വിഷയങ്ങളിലൊന്നും കേസെടുത്തിട്ടില്ല എന്നുള്ള ഒരു പ്രതിരോധമാണ് ബി.ജെ.പി. ജില്ലാ പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. അതോടൊപ്പം ഹമാസ് നേതാക്കളെ കേരളത്തിൽ ആദരിച്ചു, അവരെ ഉയർത്തി കാണിക്കുന്നുണ്ടുള്ള പ്രകടനങ്ങൾ നടന്ന് അത്തരത്തിലൊന്നും കേസുകൾ ഉണ്ടായില്ല. നേരെ മറിച്ച് പി.സി. ജോർജിനെതിരെ മാത്രമേ ഇങ്ങനെ കേസെടുക്കുന്നു എന്നുള്ളൊരു വിമർശനമാണ് ഈ ബി.ജെ.പി. ജില്ലാ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ പ്രകടനം ഉണ്ടാവുകയില്ല എന്നുള്ള കാര്യത്തിൽ ഏകദേശം തീരുമാനമായിരിക്കുന്നത്. അത് ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. ഇനിയുള്ള തുടർ നീക്കങ്ങൾ ഞങ്ങൾ ആലോചിച്ച് പറയാം. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുമായി കൂടിയാലോചന നടത്തിയതിനു ശേഷം തുടർ നീക്കങ്ങൾ പറയാം. എന്തായാലും ഇന്ന് അദ്ദേഹം സ്റ്റേഷനിൽ എത്തുമെന്നുള്ള കാര്യം ബി.ജെ.പി. ജില്ലാ നേതൃത്വം ഉറപ്പിച്ച് പറയുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ പി.സി. ജോർജിന്റെ വീടിന്റെ മുൻവശത്ത് മാധ്യമ പ്രവർത്തകർക്കൊപ്പം തന്നെ വലിയ രീതിയിൽ ബി.ജെ.പി. നേതാക്കളും പ്രവർത്തകരും എത്തിയിട്ടുണ്ട്. എന്തായാലും ഇന്നലെ തന്നെ ജില്ലാ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് കൂടുതൽ പ്രവർത്തകരും നേതാക്കളും ഇവിടെ എത്താൻ നിർദ്ദേശം നൽകിയിരുന്നു. ബി.ജെ.പി. മധ്യമേഖലാ പ്രസിഡന്റ് എൻ ഹരി, അതോടൊപ്പം ഈസ്റ്റ് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റുമാർ, അതോടൊപ്പം പ്രമീള ദേവി അടക്കമുള്ള ബി.ജെ.പി. നേതാക്കളൊക്കെയും ഇന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. കൂടുതൽ പ്രവർത്തകരും സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. എന്തായാലും അറസ്റ്റ് ഉണ്ടാകുകയാണെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രതിഷേധ പ്രകടനങ്ങളോ മറ്റും ബി.ജെ.പിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകും. എന്തായാലും രാവിലെ ഇവിടെ നിന്നും പ്രകടനമായി പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നില്ല എന്നതാണ് ഇപ്പോൾ നേതൃത്വം വ്യക്തമാക്കുന്നത്. സ്വാഭാവികമായും ഇതിനെ രാഷ്ട്രീയമായി വലിയ ആയുധമാക്കി ഉപയോഗിക്കുവാൻ തന്നെയാണ് ബി.ജെ.പി. തീരുമാനിച്ചിരിക്കുന്നത്. പി.സി. ജോർജിനെ ഏകപക്ഷീയമായി വേട്ടയാടുന്നു, മറ്റ് ചില വിഷയങ്ങളിൽ സമാനമായ നിലപാടല്ല പോലീസും സർക്കാരും സ്വീകരിക്കുന്നെന്നുള്ള ആക്ഷേപമാണ് ബി.ജെ.പി. നേതൃത്വം മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും ഇപ്പോൾ കൂടുതൽ പ്രവർത്തകരും നേതാക്കളും പി.സി. ജോർജിന്റെ പൂഞ്ഞാർ തെക്കേക്കരയിലെ വീടിന് മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും അല്പസമയത്തിനകം പി.സി. ജോർജും ഇവിടെ എത്തിച്ചേരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പി.സി. ജോർജിന്റെ മകൻ ഷോൺ ജോർജ് ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രതികരണം നേതാക്കളാണ് ഈ കാര്യങ്ങളിൽ വിശദീകരണം നൽകുന്ന പാർട്ടി നിലപാട് നേതാക്കൾ പറയുമെന്നും പി.സി. ജോർജിന്റെ മകൻ വ്യക്തമാക്കി. അതിനിടെ ബി.ജെ.പി. സംസ്ഥാന നേതൃത്വം പി.സി. ജോർജിനെ കൈവിട്ടു എന്ന തരത്തിലുള്ള ചില പ്രചാരണങ്ങളും വാർത്തകളും പുറത്തു വന്നു. അത് ജില്ലാ നേതൃത്വം പൂർണ്ണമായി അപ്പാടെ തള്ളിക്കളയുകയാണ്. പ്രതികരിച്ച് ജില്ലാ പ്രസിഡന്റ് പറഞ്ഞു, ഞങ്ങൾ 2 ജില്ലാ പ്രസിഡന്റുമാർ ഇവിടെ സ്ഥലത്തുണ്ട്. ബി.ജെ.പി. സംസ്ഥാന നേതൃത്വം പൂർണ്ണ പിന്തുണ പി.സി. ജോർജിന് നൽകുന്നുണ്ട്. അത്തരത്തിൽ പാർട്ടി ഇതിനെ രാഷ്ട്രീയമായി തന്നെ പ്രതിരോധിക്കുമെന്നാണ് ബി.ജെ.പി. ജില്ലാ നേതൃത്വം വ്യക്തമാക്കുന്നത്. സ്നേഹ, ജോസി, അതോടൊപ്പം തന്നെ ഈ പി.സി. ജോർജ് ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് ഇത്തരത്തിൽ തിങ്കളാഴ്ച കീഴടങ്ങാം എന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഇനിയിപ്പോൾ വരും മണിക്കൂറുകളിൽ അത്തരത്തിൽ നാടകീയമായ എന്തെങ്കിലും പ്രതീക്ഷിക്കാൻ, ട്വിസ്റ്റോ അങ്ങനെ എന്തെങ്കിലും പ്രതീക്ഷിക്കാനുള്ള സാധ്യതയുണ്ടോ? അത്തരമൊരു ആക്ഷേപം ശക്തമായി നിലനിൽക്കുന്നതിനാൽ ആ കാര്യം നേരിട്ട് തന്നെ ബി.ജെ.പി. ജില്ലാ പ്രസിഡന്റിനോട് ചോദിച്ചിരുന്നു. അദ്ദേഹം നെഞ്ചുവേദനയോ മറ്റു ശാരീരിക അവശതകളോ അഭിനയിക്കാൻ പോകുന്നില്ല, സ്വാഭാവികമായി ഇന്ന് ഹാജരാകുമെന്നുള്ളൊരു പ്രതികരണമാണ് ജില്ലാ പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. നേരത്തെ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാലും അതോടൊപ്പം തന്നെ സ്ഥലത്തില്ലാത്തതിനാലും തനിക്ക് ഹാജരാകാൻ കഴിയില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു പി.സി. ജോർജ് കഴിഞ്ഞ ശനിയാഴ്ച പോലീസിന് കത്ത് നൽകിയത്. ആദ്യഘട്ടത്തിൽ അറസ്റ്റ് ഉണ്ടാവില്ല എന്നുള്ളൊരു സാധ്യതയായിരുന്നു നിലനിന്നത്. പിന്നീട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും അറസ്റ്റിന് അനുമതി ലഭിച്ചതിന് പിന്നാലെയാണ് പി.സി. ജോർജ് ഇവിടെ നിന്ന് മാറിയത്. എന്തായാലും ഇന്ന് അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ എത്തും, അറസ്റ്റ് നടപടികളുമായി സഹകരിക്കുമെന്ന് തന്നെയാണ് ബി.ജെ.പി. ജില്ലാ നേതൃത്വം പറയുന്നത്. കഴിഞ്ഞ ജനുവരി 5 നടന്ന ചാനൽ ചർച്ചയിലാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഈ വിവാദ പരാമർശമുണ്ടാകുന്നത്. പരാമർശത്തിന് പിന്നാലെ സംസ്ഥാനത്തിന്റെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ 7ഓളം പരാതികൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലഭിച്ചു. പിന്നീട് പോലീസ് ഈ കേസിൽ പരാതികളിൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ വൈകുന്നു എന്നുള്ളൊരു ആക്ഷേപം സംഘടനകൾ ഉന്നയിച്ചു. ഒടുവിൽ ഈരാറ്റുപേട്ട പോലീസാണ് യൂത്ത് ലീഗിന്റെ പരാതിയിൽ കേസെടുക്കുകയും തുടർ നടപടികളിലേക്ക് കടക്കുകയും ചെയ്തത്. പിന്നീട് പി.സി. ജോർജ് കോട്ടയം സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. 5 തവണ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കോടതി തള്ളി, അതിന് മാറ്റിവെച്ചു. പിന്നീട് ഫെബ്രുവരി 5 കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചുകൊണ്ട് ഉത്തരവിട്ടു. പ്രധാനമായും ഒരു ജനപ്രതിനിധിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാൻ പാടില്ലാത്ത പ്രവർത്തനമാണ് പ്രതികരണമാണ് പി.സി. ജോർജിന്റെ ഭാഗത്തുനിന്നും ആവർത്തിച്ചുണ്ടാകുന്നതെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു സെഷൻസ് കോടതിയും ഹൈക്കോടതിയും പി.സി. ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെയാണ് അറസ്റ്റിനുള്ള വഴി തെളിഞ്ഞതും. അത് കഴിഞ്ഞ വെള്ളിയാഴ്ച മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയെങ്കിലും പിറ്റേ ദിവസം പി.സി. ജോർജിന് നോട്ടീസ് നൽകി വിളിച്ചു വരുത്തി അറസ്റ്റ് രേഖപ്പെടുത്തുവാനുള്ള നടപടികളിലേക്കായിരുന്നു പോലീസ് കടക്കാൻ നിശ്ചയിച്ചിരുന്നത്. പക്ഷേ പി.സി. ജോർജിന് നോട്ടീസ് നൽകാൻ പോലീസ് 2 വട്ടം
PC ജോർജിൻ്റെ വീട്ടിലെത്തിയപ്പോഴും PC ജോർജ് ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഇവിടെ നിന്നും മറ്റൊരിടത്തേക്ക് പോയി എന്നാണ് കുടുംബാംഗങ്ങൾ പറഞ്ഞത്. അതിനെ തുടർന്നാണ് PC ജോർജ് ഒളിവിൽ എന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തുകയും PC ജോർജിനെ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങളിലേക്ക് വേഗത്തിൽ കടക്കുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തത്. അതിന് പിന്നാലെയായിരുന്നു PC ജോർജ് പോലീസിന് കത്ത് നൽകിയത്. ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, കൂടാതെ അന്ന് ശനിയാഴ്ച ഹാജരാകാൻ സാധിക്കില്ല എന്ന് കാണിച്ചുകൊണ്ടായിരുന്നു കത്ത് നൽകിയത്. അതായത് ഇന്ന് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് മുമ്പായി ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിലെത്തി ഹാജരാകാമെന്നും അതോടൊപ്പം തന്നെ അറസ്റ്റ് നടപടികളുമായി സഹകരിക്കാമെന്നും അദ്ദേഹം അറിയിക്കുകയും ചെയ്തു. അദ്ദേഹം പ്രധാനമായും ഈ ഹൈക്കോടതിയിലും അതോടൊപ്പം സെഷൻസ് കോടതിയിലുമൊക്കെ ഉന്നയിച്ചത് 10-30 വർഷത്തോളം ജനപ്രതിനിധിയായിരുന്ന ആളാണ്. അത്തരത്തിലുള്ളൊരു നാക്കുപിഴ മാത്രമാണ് തനിക്ക് സംഭവിച്ചത്. അതിൽ താൻ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു. പക്ഷേ അതിനെ വലിയ വിവാദമാക്കുവാൻ മാധ്യമങ്ങളും ഒരു വിഭാഗം രാഷ്ട്രീയക്കാരും ശ്രമിച്ചു. അത് മുസ്ലിം ലീഗ് എന്നുള്ളതിൽ മുസ്ലിം എന്നത് കടന്നു വന്നതാണ് എന്നതാണ് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞത്. അതിൽ ചില വിഭാഗങ്ങൾക്ക് മാനസിക ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് തന്നെ ആ പ്രതികരണത്തിന് ശേഷം അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വ്യക്തമാക്കിയിരുന്നു എന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു PC ജോർജിന്റെ കോടതിയിലെ വാദങ്ങളെ. ആ വാദങ്ങളെയൊക്കെ പൂർണ്ണമായും തള്ളിക്കൊണ്ടായിരുന്നു വിദ്വേഷ പരാമർശ കേസിൽ PC ജോർജിനെതിരെ അറസ്റ്റ് അനിവാര്യമാണെന്നുള്ള നിർദ്ദേശം പോലീസ് നൽകിയത്. ഷോൺ ജോർജ് വീണ്ടും അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് പോകുന്നുണ്ട്. മകൻ ഷോൺ ജോർജ് നേതാക്കളുമായി ആശയവിനിമയം നടത്തുന്നുണ്ട്. എന്തായാലും ഈ വിഷയം PC ജോർജിനെതിരായുള്ള പോലീസ് നടപടികളും കേസും എന്തായാലും വലിയ രാഷ്ട്രീയ പ്രതിരോധത്തിനായി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയ വിഷയമായി പ്രതിരോധം തീർക്കുവാൻ തന്നെയാണ് BJPയുടെ നീക്കം. ആ നിലയ്ക്കാണ് BJP നേതാക്കളും ഇവിടെ ക്യാമ്പ് ചെയ്യുകയും അതിൽ തുടർ നടപടികളുടെ ഭാഗമായുള്ള ആശയവിനിമയം നടത്തുകയും ചെയ്യുന്നത്. ഒരുപക്ഷെ PC ജോർജിന്റെ അറസ്റ്റ് ഉണ്ടാകുന്ന പക്ഷം ആ നിലയ്ക്ക് ഇതിനെ പ്രതിരോധിക്കുന്നതിനും പ്രതിഷേധിക്കുന്നതിനും ജില്ലാ നേതാക്കളും പ്രാദേശിക BJP നേതാക്കളും ഒക്കെ തന്നെ ആ വീടിന്റെ പരിസരത്ത് തടിച്ചുകൂടിയ ഒരു സാഹചര്യമുണ്ടല്ലോ. അപ്പോൾ കൂടുതൽ പോലീസുകാർ അങ്ങോട്ടേക്ക് നിലവിൽ എത്തിയിട്ടുണ്ടോ? പോലീസിന്റെ ഒരു നീക്കം ഇനി എങ്ങനെയായിരിക്കും?